വേനൽ കടുത്ത സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് ആന്റണി ജോൺ എം.എൽ.എ. ജില്ലാ വികസന സമിതി യോഗത്തിലാണ് എം.എൽ.എ. ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴ മേഖലയിൽ കാട്ടാനകൾ എത്തിയ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു എം.എൽ.എയുടെ നിർദ്ദേശം. കൃത്യമായ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമായ പ്രദേശങ്ങളിൽ കിടങ്ങുകൾ നിർമ്മിക്കുന്നതും വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതും സമയബന്ധിതമായി പൂർത്തിയാക്കണം. പാറകൾ ഉള്ളതിനാൽ കിടങ്ങ് കുഴിക്കാൻ സാധിക്കാത്ത ഭാഗങ്ങളിൽ വൈദ്യുതി വേലികൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കണം. പഞ്ചായത്തുകളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ അമിത ജോലിഭാരം മൂലം ഗ്രാമീണ റോഡുകളുടെ നവീകരണം വൈകുന്നത് ഒഴിവാക്കുന്നതിന് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. മഴക്കാലത്തിന് മുമ്പായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ജില്ലാ വികസന സമിതി പോലുള്ള യോഗങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിർബന്ധമായും പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആയവന ഗ്രാമപഞ്ചായത്തിലെ 3, 4, 5 വാർഡുകൾക്ക് സമീപം വാരപ്പെട്ടി പഞ്ചായത്തിന്റെ സ്ഥലത്ത് മനുഷ്യമാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പൊതുസമൂഹവുമായി ചർച്ച നടത്തണമെന്ന് മൂവാറ്റുപുഴ എം.എൽ.എ. മാത്യു കുഴൽനാടൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കുടിവെള്ള ടാങ്കറുകൾ വഴി വെള്ളമെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K. മീര, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, മൂവാറ്റുപുഴ RDO PN അനി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഇൻചാർജ് T. ജ്യോതിമോൾ, ഡെപ്യൂട്ടി കളക്ടർമാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.